എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. റാഗിയും സവാളയും വെച്ചുണ്ടാക്കുന്ന പക്കോടയുടെ റെസിപ്പിയാണെന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മാവ് മിക്സ് ചെയ്തെടുക്കാം. 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. 2 പച്ചമുളക് മുറിച്ചതിടാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ വീതം കായപ്പൊടിയും ജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കറിവേപ്പിലയും മല്ലിയിലയും ഇടാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. സവാളയുടെ പീസസ് വേറിട്ട് വരത്തക്ക വിധം ഞെരടിയെടുക്കാം. ഇനി ഇതിലേക്ക് റാഗി ഇടാം. 1/2 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. 3/4 ഭാഗം ഇട്ട ശേഷം കുറച്ച് ബാക്കി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ നല്ല ചൂടുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ പക്കോട അധികം എണ്ണ കുടിക്കാതെ കിട്ടും. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഈ കുറേശ്ശെ വെള്ളം തെളിച്ച് കുഴച്ചെടുക്കാം. കുറച്ചുകൂടി റാഗിപ്പൊടി ഇടുന്നുണ്ട്. അരക്കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തത്. 1 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്. മാവിൽ വല്ലാതെ വെള്ളം കൂടാനും പാടില്ല, വല്ലാതെ കട്ടിയാകാനും പാടില്ല. സവാളയിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഇടാം. തിരിച്ചിട്ട് കൊടുക്കാം. സവാളയിൽ നന്നായി മുരിഞ്ഞ് കിട്ടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. മൂന്നാല് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. ഉള്ളിയൊക്കെ കുറച്ച് ക്രിസ്പി ആയി കിട്ടണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. റെഡി ആയിട്ടുണ്ട്. എടുക്കാം. സവാളയെല്ലാം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇതെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ റാഗി പക്കോടയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.